ഈ പാർശ്വവർഗ സമൂഹത്തിലുള്ള വിഭാഗത്തിലുള്ളവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു അവസരം സർക്കാർ ഒരുക്കിയത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പകളും വെക്കണമെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അത് കടമ്പയല്ല, നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇനി ആവർത്തിക്കണം ഇതെല്ലാം. നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഇത്രയും പേര് കേട്ട് നിൽക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു മതി. അതെ പത്തും 15 ലക്ഷത്തിലാണ് ഇപ്പോൾ ചെറുപ്പക്കാർ പടം എടുക്കുന്നത്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടെ? നിങ്ങൾ അല്ല അങ്ങനെ പിന്നെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ 10, 15, 20 മാക്സിമം 20 ലക്ഷം വരെ പോകും. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല. എനിക്കറിയാവുന്നതിൽ നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് മനസ്സിലാക്കണം. അല്ല, ഞാൻ ചുമ്മാ ഒരു വിടുവ പറയുകയല്ല. ഈ കാലത്ത് കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഇപ്പോഴും പണ്ട് പ്രോസസ്സിംഗ് ഉണ്ടായി. ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമ്മളൊരു ക്യാമറ എൻ്റെ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത്. അതിന് 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ജെനുവിനായിട്ട് പണം എടുക്കണം എന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല. അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെയൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണം. പക്ഷേ കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല. കൊമേഴ്സ്യൽ സിനിമ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ്. അത് ഗവൺമെൻറ്റിൻ്റെ സഹായവും പിന്നെ പിന്തുണയൊന്നും അതിന് ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ. പക്ഷെ അതിന് ഇത്രയും ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം പൊതുഗുണത്തിന് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ്. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക്, വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ്. ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടമെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. എൻ്റെ SC വിഭാഗം മാത്രമല്ല, സ്ത്രീകൾക്കും SC/STകൾക്കും മുൻപരിചയമില്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞു. ഇനി എന്നോട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത്. അതെ, പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത്. കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കുമെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടിച്ചിരിക്കുക പത്രത്തിൽ. പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല, അവിടെ സത്യം പറയാറില്ല. അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ്. കാരണം ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട്. അത് മുഴുവൻ എടുത്ത് നോക്കുക. എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിശയമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകളുണ്ടായിരിക്കും. അവരുടെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു 1.5 കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് കൊമേഴ്സ്യൽ സിനിമ ഗവൺമെൻറ് ആകുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് പബ്ലിക് ഫണ്ട്സാണ് സാറേ. സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ എൻ്റെ കൺവിഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന്. പക്ഷേ സർക്കാർ ചെയ്യുന്ന ഈ 1.5 കോടി കിട്ടുന്ന പൈസ കൊണ്ട് 1.5 കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം AK ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ്. പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി. ഇന്നിപ്പം പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് സിനിമ എടുക്കാം. അതിനുള്ള സാങ്കേതികവിദ്യ മാറിക്കഴിഞ്ഞു. തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടിയും കൊണ്ട് പോകുന്നുണ്ടോ? ഇന്നില്ലല്ലോ. ഇന്നെല്ലാം സാറ്റലൈറ്റ് വരികയാണ്. പ്രിൻ്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചിലവാക്കുന്നില്ല. അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ 1.5 കോടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഉപയോഗിച്ച് 3 പേർക്ക് പണം എടുക്കാം. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ?